സ്പെയിനിലെ ലാ ടൊമാറ്റിന ഉത്സവം ഇക്കുറിയും സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമായി മാറി. സ്പെയിനിലെ ബുനോൾ നഗരത്തിൽ ഓഗസ്റ്റിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഈ ഉത്സവം സംഘടിപ്പിക്കപ്പെടുന്നത്. തെരുവുകളെ തക്കാളി ചുവപ്പിൽ മുക്കുന്ന ലാ ടൊമാറ്റിന ഉത്സവം പരമ്പരാഗത സ്പാനിഷ് ആഘോഷങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ഇതൊരു മതത്തെയോ ആചാരങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇത് കേവലം വിനോദത്തിനായി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ്. ആഹ്ലാദം, സ്വാതന്ത്ര്യം, ഒരുമയുടെ ബോധം എന്നിവ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ. നിങ്ങൾക്ക് അപരിചിതനായ ഒരാൾക്ക് നേരെ തക്കാളി കൊണ്ട് എറിയാൻ ആഗ്രഹമുണ്ടോ? വർഷത്തിലൊരിക്കൽ സ്പെയിനിലെ ബുനോൾ നഗരം ഈ ആഗ്രഹം സാധിച്ചു തരും. തെരുവിൽ പതിനായിരക്കണക്കിന് ആളുകൾ പരസ്പരം തക്കാളി എറിയുകയാണ്. 120 ടണ്ണിലധികം തക്കാളികളാണ് ഉത്സവത്തിന് ഉപയോഗിക്കുക. പിന്നെ ബുനോൾ നഗരത്തിലെ ഇടുങ്ങിയ തെരുവുകൾ തക്കാളിയുടെ ചുവപ്പിൽ മൂടും. പിന്നെയാകെ ചുവപ്പുമയം. അതിരറ്റ സന്തോഷത്തിൻ്റെ ഉത്സവമാണ് ലാ ടൊമാറ്റിന. നാട്ടുകാർക്ക് പുറമെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. പാലോജബൺ എന്ന രസകരമായ മത്സരത്തോടെയാണ് ലാ ടൊമാറ്റിന ഉത്സവം ആരംഭിക്കുന്നത്. മത്സരാർത്ഥികൾ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഹാം പിടിച്ചെടുക്കാൻ ഗ്രീസ് പുരട്ടിയ തൂണിൽ കയറുന്നതാണ് മത്സരം. ഹാം വീണാൽ തക്കാളി യുദ്ധം ആരംഭിക്കുകയായി. ഇതിനായി ടൺ കണക്കിന് പഴുത്ത തക്കാളികൾ നിറച്ച ട്രക്കുകൾ തെരുവിലേക്ക് എത്തുന്നു. ജലപീരങ്കികൾ വഴി പ്രത്യേക സിഗ്നൽ നൽകിയതിനു ശേഷമാണ് യുദ്ധം ആരംഭിക്കുക. പങ്കെടുക്കുന്നവർ വെളുത്ത ടീഷർട്ടുകൾ ധരിച്ചാണ് ഉത്സവത്തിനെത്തുക. സാധാരണയായി പോരാട്ടം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അതിനുശേഷം ടൗൺ സ്ക്വയർ തക്കാളി അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടും. തുടർന്ന് ഫയർ ട്രക്കുകൾ തെരുവുകളിലൂടെ ഹോസ് ചെയ്യുന്നു. പങ്കെടുക്കുന്നവർ പലപ്പോഴും തക്കാളി ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ നാട്ടുകാർ നൽകുന്ന ഹോസുകൾ ഉപയോഗിക്കും. തക്കാളിയിലെ സിട്രിക് ആസിഡ് വൃത്തിയാക്കൽ പ്രക്രിയയെ സഹായിക്കുന്നു. ഇതനുസരിച്ച് പട്ടണത്തിലെ ചില പ്രതലങ്ങൾ കഴുകിയ ശേഷം പരിപാടിക്ക് മുമ്പുള്ളതിനേക്കാൾ വൃത്തിയുള്ളതായിത്തീരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ലോകപ്രശസ്തമായ ഈ തക്കാളി ഉത്സവത്തിന് അതുല്യമായ ഒരു ചരിത്രവുമുണ്ട്. 1945 ഓഗസ്റ്റിലെ അവസാന ബുധനാഴ്ചയാണ് ലാ ടൊമാറ്റിന ഉത്സവം ആരംഭിച്ചത്. അന്നത്തെ ജയൻസ് ആൻഡ് ബിഗ് ഹെഡ്സ് പരേഡിൽ പങ്കെടുക്കാനെത്തിയ ചെറുപ്പക്കാർ ടൗൺ സ്ക്വയറിൽ ഒത്തുകൂടി. ആഘോഷത്തിനിടെ ഒരാളുടെ ബിഗ് ഹെഡ് താഴെ വീണു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ അവിടെ പച്ചക്കറി വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന തക്കാളികൾ ആളുകളെടുത്ത് പരസ്പരം എറിയാൻ തുടങ്ങി. തുടർന്നുള്ള വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് ഒരു ആചാരമാക്കി മാറ്റി. ഇതിനായി വീടുകളിൽ നിന്ന് വൻതോതിൽ തക്കാളി എത്തിക്കാൻ തുടങ്ങി. തുടർന്ന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും ഉത്സവത്തിൻ്റെ ആവേശവും വർദ്ധിച്ചു. 2012 50,000 പേരാണ് ലാ ടൊമാറ്റിന ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. വെറും 10,000 മാത്രം ജനസംഖ്യയുള്ള ചെറുപട്ടണമായ ബുനോളിന് ഇത് താങ്ങാനാവുന്നതിലും ഏറെയായിരുന്നു. അതുകൊണ്ട് 2013 മുതൽ ടിക്കറ്റ് ഏർപ്പെടുത്തി തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ തീരുമാനിച്ചു. ഇതനുസരിച്ച് 20,000 ആളുകളായി എണ്ണം പരിമിതപ്പെടുത്തി. ലാ ടൊമാറ്റിന ഉത്സവത്തിൻ്റെ പ്രധാന ഇനമായ തക്കാളിയേറിന് വെറും 1 മണിക്കൂർ മാത്രമാണ് ദൈർഘ്യം. സംഗീത നൃത്ത പരിപാടികളും വിവിധ ഷോകളും മത്സരങ്ങളും ലാ ടൊമാറ്റിന ഫെസ്റ്റിവലിൻ്റെ ആകർഷകമായ ഇനങ്ങളാണ്. 1950കളുടെ തുടക്കത്തിൽ ഉത്സവത്തിന് മതപരമായ പ്രാധാന്യമില്ലെന്ന് ആരോപിച്ച് സ്പാനിഷ് ഭരണാധികാരിയായിരുന്ന ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ലാ ടൊമാറ്റിന ഉത്സവം നിരോധിച്ചു. ഇതിനെതിരെയുള്ള ജനങ്ങളുടെ എതിർപ്പുകളും സമരങ്ങളും വിജയിച്ചതിനെ തുടർന്ന് 1957 ഫെസ്റ്റിവൽ അനുവദിക്കപ്പെടുകയും ഔദ്യോഗിക ഉത്സവമായി മാറുകയും ചെയ്തു. പിന്നീട് കോവിഡ് കാലത്ത് മാത്രമാണ് ഈ ആഘോഷം ഉപേക്ഷിക്കപ്പെട്ടത്. ലാ ടൊമാറ്റിന ഫെസ്റ്റിവലിൻ്റെ ടിക്കറ്റുകൾ ഔദ്യോഗിക ബുനോൾ ടൂറിസം വെബ്സൈറ്റ് വഴിയോ അംഗീകൃത ട്രാവൽ ഓപ്പറേറ്റർമാർ വഴിയോ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. 15 യൂറോ മുതൽ 20 യൂറോ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ന്യൂസ് ഡെസ്ക് നിപുണൻ.